ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഒരു പുതിയ പങ്ക്തിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അനവധി ചോദ്യങ്ങൾ ബൈബിളിനെ സംബന്ധിച്ച് ഒരു ഉപദേഷ്ടാവെന്ന രീതിയിൽ എനിക്ക് ലഭിക്കാറുണ്ട്. പലതും പല സന്ദേശങ്ങളിലായിട്ട് ഉത്തരം പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി മാത്രമായിട്ട് ഒരു പങ്ക്തി തുടങ്ങുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് ഇടയന്മാരോടുള്ള എൻ്റെ ശുശ്രൂഷയിൽ എനിക്കെപ്പോഴും ലഭിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു വിഷയം സ്തോത്രകാഴ്ചയെ സംബന്ധിക്കുന്നതാണ്. എന്താണ് സ്തോത്രകാഴ്ച? എന്താണ് സ്തോത്രകാഴ്ചയെക്കുറിച്ച് പുതിയ നിയമം പഠിപ്പിക്കുന്നത്? ഇങ്ങനെ അനവധി ചോദ്യങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് ഒരു സന്ദേശം ഇടണമെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു. അതിൻ്റെ ഉത്തരമാണ് ഇന്ന് നൽകുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ ലഘുവായി ഒന്ന് സംഗ്രഹിച്ചു പറയുവാൻ ഞാൻ 4 കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട്, എന്താണ് സ്തോത്രകാഴ്ച? ഈ വാക്ക് നമ്മൾ തിരുവെഴുത്തുകളിൽ ഒരിടത്തും കാണുന്നില്ല. സ്തോത്രം എന്നുണ്ട്, സ്തോത്രയാഗമെന്നുണ്ട്, സ്തോത്ര കാഴ്ച എന്നൊരു വാക്ക് നമ്മൾ ബൈബിളിൽ ഒരിടത്തും വായിക്കുന്നില്ല. ഇത് സ്തോത്രത്തോടു കൂടെ നമ്മൾ ദൈവത്തിന് കഴിക്കുന്ന ഒരു കാഴ്ച ആയതുകൊണ്ട് ഇതിന് സ്തോത്ര കാഴ്ച എന്ന് വന്നതാവാം. 2 കൊരിന്ത്യർ 9:12 നമ്മൾ വായിക്കുന്നത്, ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നതുമല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണമാകുന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. സ്തോത്രത്തോടെയും സ്തോത്രത്തിൽ അത് കലാശിക്കുന്നതും കൊണ്ടാകാം അതിനെ സ്തോത്ര കാഴ്ച എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ആ വാക്ക് എങ്ങനെ ഉദ്ഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. ബൈബിളിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കാണുന്നില്ല. എന്താണ് സ്തോത്രകാഴ്ച എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കണ്ടെത്താൻ ആദ്യം കൊടുക്കുന്നതിനെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എന്താണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് വളരെ വേഗത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ദൈവത്തിന് നാം അർപ്പിക്കുന്നത് എപ്പോഴും ദൈവത്തെ ഏറ്റുപറയുവാൻ വേണ്ടിയിട്ടാണ്. അവനാണ് നമുക്ക് സമ്പത്ത് തന്നതെന്ന് ഒന്ന് ഏറ്റുപറയാൻ വേണ്ടി. 1 ദിനവൃത്താന്തം 29:14 ശലോമോൻ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ. നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നെ തിരിച്ചത് തരികയാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന് നമ്മൾ തിരിച്ച് കൊടുക്കുന്നത്, നമ്മൾ കാഴ്ചകൾ അർപ്പിക്കുന്നത്. പുതിയ നിയമത്തിൽ റോമർ 11:35 അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട്, അവന് വല്ലതും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ? അവന് ദൈവം കടക്കാരനായിട്ടിരിക്കുവാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാം നാം കൊടുക്കുന്നത് അവനിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമ്പത്ത്, നമ്മുടെ നന്മകളെല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ വന്നതാണെന്നൊരു ഏറ്റുപറയുവാൻ വേണ്ടിയിട്ടാണ് പഴയ നിയമമായാലും പുതിയ നിയമമായാലും ആത്യന്തികമായിട്ട് നാം ദൈവത്തിന് കാഴ്ചകൾ അർപ്പിക്കുന്നത്. പഴയ നിയമ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം 2 രീതിയിലുള്ള ദൈവത്തിന് അർപ്പിക്കുന്നതായിട്ട്, സമ്പത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തിന് അർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദശാംശമാണ്. നിരവധി വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. ന്യായപ്രമാണം കൊടുക്കുന്നതിനു മുൻപേ തന്നെ ഉൽപ്പത്തി 14:20 നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രാം മെൽക്കീസദേക്കിന് സകലത്തിലും ദശാംശം കൊടുത്തുവെന്ന്. പിന്നീട് ന്യായപ്രമാണത്തിൽ വളരെ വ്യക്തമായിട്ട് സംഖ്യാപുസ്തകം 18:21 ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രയേലിലുള്ള ദശാംശമെല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു നമ്മൾ വായിക്കുന്നുണ്ട്. അതേ അധ്യായത്തിൻ്റെ 26 സംഖ്യാപുസ്തകം 18:26 നീ ലേവ്യരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിൻ്റെ 10 നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. അപ്പോൾ ദശാംശം എല്ലാം ലേവ്യർക്ക് കൊടുത്തിരിക്കുന്നു. ആ ദശാംശത്തിൻ്റെ 10 ലേവ്യർ യഹോവയ്ക്ക് അർപ്പിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 12:17 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ നിൻ്റെ ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം, നിൻ്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ, നീ നേരുന്ന എല്ലാ നേർച്ചകൾ, നിൻ്റെ സ്വമേധാദാനങ്ങൾ, നിൻ്റെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ എന്നിവയെ നിൻ്റെ പട്ടണങ്ങളിൽ വെച്ച് തിന്നുകൂടാ. അവയെ നിൻ്റെ ദൈവമായ യഹോവയെ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നീയും നിൻ്റെ മകനും മകളും നിൻ്റെ ദാസനും ദാസിയും നിൻ്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും തിന്ന് നിൻ്റെ സകല പ്രയത്നത്തെക്കുറിച്ചും നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ സന്തോഷിക്കണം.
അപ്പോൾ ഇത് പണം മാത്രമല്ല ദശാംശം. പലപ്പോഴും ഇത് പലർക്കും അറിഞ്ഞുകൂടാ. ദശാംശം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ പണം മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ധാന്യം, വീഞ്ഞ്, എണ്ണ, അന്ന് അവർ ഉൽപ്പാദിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും, ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ, ഇതൊക്കെയാണ് ദശാംശം. അല്ല, അതെല്ലാം പണമാകണമെന്നില്ല. ആവർത്തന പുസ്തകം 26:12 ദശാംശം എടുക്കുന്ന കാലമായ 3-ാം സംവത്സരത്തിൽ നിന്റെ അനുഭവത്തിലൊക്കെയും ദശാംശം എടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് തൃപ്തിയാവണ്ണം തിന്മാൻ കൊടുത്തു തീർന്ന ശേഷം എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ദശാംശം ലേവ്യന് മാത്രമല്ല, പരദേശിയും അനാഥനും വിധവയും അങ്ങനെ അശരണരായിട്ടുള്ളവർക്കും നമ്മൾ പങ്കിടണം. ഈ ദശാംശം നമുക്കറിയാം നിർബന്ധമായിട്ടും കൊടുത്തിരിക്കേണ്ടതാണ്. എന്നാൽ നിർബന്ധമല്ലാത്തതാണ് പിന്നീട് നമ്മൾ വായിക്കുന്ന വഴിപാട് അല്ലെങ്കിൽ ഓഫറിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. സംഖ്യാപുസ്തകം 5:9 വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരുന്ന സകല വിശുദ്ധ വസ്തുക്കളിലും ഉദർച്ചയായതൊക്കെയും അവനിരിക്കണം. അത് ലേവ്യന് കൊടുക്കാം, അവനത് എടുക്കാം എന്നുള്ളതാണ്. ദശാംശവും വഴിപാടും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ദശാംശം നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. വഴിപാട് നിങ്ങളുടെ സ്വമേധ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ള രീതിയിലുള്ളതാണ്. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ അങ്ങനെ ദശാംശം കൊടുക്കണം എന്നൊരു കൽപ്പന നമ്മൾ കാണുന്നില്ല. ദശാംശം കൊടുക്കരുതെന്നും ഒരു കൽപ്പന നമ്മൾ കാണുന്നില്ല. എന്നാൽ കൊടുക്കുന്നുണ്ട്. പ്രവൃത്തികൾ 4:34 മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് 4:36 ബർണബസിനെ കുറിച്ച് പറഞ്ഞേച്ച് 37 പറഞ്ഞിരിക്കുകയാണ്, ബർണബസ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇപ്പോൾ 2 നിയമത്തിലും സമ്പത്ത് വിറ്റ് ദൈവസന്നിധിയിൽ കൊണ്ട് കൊടുക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ അത് നിർബന്ധമായ ദശാംശവും നിർബന്ധമല്ലാത്ത വഴിപാടുമായിട്ട് കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു, ആദിമസഭയിൽ ആർക്കും മുട്ടില്ലായിരുന്നു. നിലവും വീടുകളും ഒക്കെ ഉള്ളവർ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാലുകളിൽ അത് വെച്ചു. ഇതാണ് സ്തോത്ര കാഴ്ചയെക്കുറിച്ചുള്ള നിർവചനം. കൊടുക്കുക, സമ്പത്ത് ദൈവസന്നിധിയിൽ കൊണ്ട് ദൈവത്തിനായി കൊടുക്കുക. സമ്പത്തിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ ഉദ്ഭവം ദൈവത്തിൽ നിന്നാണെന്നുള്ളൊരു ഏറ്റുപറച്ചിൽ. ഇനി ആർക്ക് കൊടുക്കാം സ്തോത്ര കാഴ്ചയിൽ? ഇതാണ് ഒരു വലിയ വിഷയം. കാരണം ഇത് പൊതുവേ നമ്മുടെയൊന്നും സഭകളിൽ പാലിക്കപ്പെടുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ പുതിയ നിയമം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് പുതിയ നിയമത്തിലെ സ്തോത്ര കാഴ്ചയിൽ പങ്കെടുക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായൊരു ഉത്തരം ബൈബിളിൽ തന്നെ ഉണ്ട്, പുതിയ നിയമത്തിലുണ്ട്. വിശ്വാസികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. അത് നമുക്ക് ഒന്നാമതായിട്ട് യോഹന്നാൻ്റെ 3-ാം ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. പ്രിയനെ, നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു. അവർ സഭയുടെ മുൻപാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചതാൽ നന്നായിരിക്കും. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. ഇവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുകയാണ്, യാത്ര ചെയ്യുന്ന പല വിശ്വാസികളെയും, പ്രത്യേകിച്ച് അതിഥികളായി കടന്നു വരുന്ന വിശ്വാസികളെ നിങ്ങൾ സൽക്കാരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ അവിടെ 7-ാമത്തെ വാക്യത്തിൽ വളരെ കാര്യമായൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. തിരുനാമം നിമിത്തമല്ലോ അവർ, ഈ സഞ്ചരിക്കുന്ന വിശ്വാസികൾ, സഞ്ചരിക്കുന്ന പ്രസംഗകർ, ഉപദേശിമാർ, അവർ തിരുനാമം നിമിത്തമല്ലോ ജാതികളോടൊന്നും വാങ്ങാതെ പുറപ്പെട്ടത്. അന്നത്തെ ആ ശുശ്രൂഷകന്മാർ ജാതികളിൽ നിന്നൊന്നും വാങ്ങിക്കത്തില്ലായിരുന്നു. അവർ വിശ്വാസികളുടെ സഭ നൽകുന്നതിൽ നിന്നല്ലേ വാങ്ങാറുള്ളായിരുന്നു. അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, വിശ്വാസികൾ മാത്രം പങ്കെടുക്കുന്ന ഒരു കാര്യമാണ് ഈ സ്തോത്ര കാഴ്ച അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ സേവനത്തിനായിട്ട് സമ്പത്ത് മാറ്റിവെക്കുക എന്നുള്ളത്. അത് നമുക്ക് റോമർ 15 കാണുവാൻ കഴിയും. റോമർ 15:25 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇപ്പോഴോ ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുശലേമിലേക്ക് യാത്രയാകുന്നു. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർ ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്കിദോനിയയിലും അഖായിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല, അതവർക്ക് കടവുമാകുന്നു. ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. ജാതികൾ യഹൂദന്മാർ നിമിത്തം ആത്മീക നന്മകളിൽ പങ്കാളികളായെങ്കിൽ എന്ന് പറഞ്ഞാൽ രക്ഷ ലഭിച്ചുവെങ്കിൽ
തിരിച്ച് യഹൂദന്മാർ കഷ്ടതയിലായിരിക്കുമ്പോൾ ജാതികർ അവർക്ക് ഐഹിക നന്മകൾ കൊടുക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നുവല്ലോ. പക്ഷേ ഏത് ജാതിയർ? ആത്മീക നന്മ അനുഭവിച്ച ജാതിയർ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും നമ്മൾ കാണുകയാണ്, പൗലോസ് ധനശേഖരണം കൊണ്ട് യെരുശലേമിലേക്ക് പോയത് കണ്ണിക്കണ്ട ആരെങ്കിലുമൊക്കെ തന്ന പൈസ കൊണ്ടല്ല, രക്ഷിക്കപ്പെട്ട ജാതികളിൽ നിന്നുള്ള സമ്പത്താണ് താൻ അവിടെയുള്ള വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോയത്. ഗലാത്യ ലേഖനം 6:6 പറഞ്ഞിട്ടുണ്ട്, വചനം പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. വചനം പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു മീറ്റിങ്ങിന് വന്നിരിക്കുന്ന ഒരു അവിശ്വാസിയല്ല, വളരെ വ്യക്തമാണ്. അവിടെ വിശ്വാസി എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, സഭയിലെ ഒരു അംഗം എന്നുള്ള അർത്ഥത്തിലാണ്. രക്ഷിക്കപ്പെട്ട ഈ വേർപാട് സഭയുടെ ഭാഗമായവൻ എന്നുള്ള അർത്ഥത്തിലാണ് വചനം പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ വേദഭാഗങ്ങളെടുത്ത് പരിശോധിച്ചാലും കാണാം, അവിടെ കൊടുക്കുന്നത് വിശ്വാസികളാണ്. നേരത്തെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലും വായിച്ചു, വിശ്വാസികളാണ് നിലവും വീടുമൊക്കെ വിറ്റ് പൈസ കൊണ്ടുപോയി അപ്പോസ്തലന്മാരെ കാലി വെക്കുന്നത്. വേറെ ആരും ചെയ്യുന്നില്ല അവിടെ. ഇത് വലിയൊരു വിഷയമാണ്. കാരണം അവിശ്വാസികൾ കടന്നു വന്നിരിക്കുന്ന സഭായോഗങ്ങളിൽ ഈ ബാഗ് ഇങ്ങനെ കൊടുത്ത് സ്തോത്ര കാഴ്ചയൊക്കെ വാങ്ങിച്ച് അതിനെതിരെ പറയുവാൻ ഒരു സഭയ്ക്കും വലിയ ധൈര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ ചതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ അവിശ്വാസികളോട് പറയുന്നില്ല, ഈ സ്തോത്ര കാഴ്ചയിൽ ഭാഗമാകണമെങ്കിൽ നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കണം. നമ്മൾ അവരുടെ വീണ്ടും ജനനത്തിന് തടസ്സമായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും മതപരമായ ഒരുപാട് ഭക്തിയുമൊക്കെ ഉള്ളൊരു രാജ്യത്ത് ദൈവത്തിന് കൊടുക്കുക അല്ലെങ്കിൽ കാണിക്ക കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അനുഗ്രഹത്തിന് മുഖാന്തരമായിട്ടാണ് പൊതുവെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ സഭയ്ക്കകത്ത് കടന്നു വന്ന് ഈ സ്തോത്ര കാഴ്ചയിൽ പൈസ ഇടുമ്പോൾ അവിശ്വാസികൾ ചിന്തിക്കുന്നത് എനിക്ക് അനുഗ്രഹം കിട്ടും എന്നാണ്. അത് തെറ്റായ ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. നിനക്കൊരു അനുഗ്രഹം വേണേൽ നീ ആദ്യം മാനസാന്തരപ്പെട്ട് പാപം വിട്ട് പാപത്തിൽ നിന്ന് രക്ഷ നൽകുന്ന യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരണം, നീ വീണ്ടും ജനനം പ്രാപിക്കണം, എന്നിട്ടേ ഉള്ളൂ ദൈവത്തിൻ്റെ എന്ത് അനുഗ്രഹവും എന്ന് പറയുവാൻ നാം മുതിരാതെ അവൻ്റെ അന്ധവിശ്വാസത്തിൽ തുടർന്നു പോകാൻ വേണ്ടി സ്തോത്ര കാഴ്ചയിൽ അവിശ്വാസികളും ഇടട്ടെ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. പുതിയ നിയമത്തിൽ വളരെ വ്യക്തമാണ്, സ്തോത്ര കാഴ്ചയിൽ പങ്കെടുക്കുന്നത് ശരിക്കും രക്ഷിക്കപ്പെട്ട സഭാവിശ്വാസികൾ മാത്രമാണ്, വേറെ ആർക്കും അതിലൊരു പങ്കുമില്ല. കാരണം ഈ പൈസ, ഈ സമ്പത്ത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൽപ്രവർത്തികൾ ചെയ്യുവാൻ വേണ്ടി നാം ഉപയോഗിക്കാൻ പോകണം. ആ ധനശേഖരത്തിൽ ക്രിസ്തുവിൻ്റെ ഭാഗമല്ലാത്ത ഒരുവനും ഒരു പങ്കുമില്ല. ഇനി എപ്പോഴൊക്കെ സ്തോത്ര കാഴ്ച ചെയ്യണം? അതിന് ഉത്തരം വളരെ വ്യക്തമല്ല. മിക്കവാറും എല്ലാ കർത്തൃദിവസത്തിലും ചെയ്യണം എന്നുള്ളതായിരിക്കണം പുതിയ നിയമം നിഷ്കർഷിക്കുന്നത്. വളരെ വ്യക്തമായൊരു ഉത്തരം ഇതിന് തരാൻ കഴിയില്ല. 1 കൊരിന്ത്യർ 16:2 പൗലോസ് പറയുന്നത്, ഞാൻ വന്ന ശേഷം മാത്രം ശേഖരമുണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണമെന്ന് പറയുന്നു. അപ്പോൾ ആ ധനശേഖരം, ഈ നേരത്തെ പറഞ്ഞ യഹൂദന്മാർക്കായിട്ടുള്ള ധനശേഖരം ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങൾ ശേഖരിച്ച് വെച്ചിട്ട് ഞാൻ വരുമ്പോൾ പിന്നെ ഒരു ശേഖരണം ഉണ്ടാകാതിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും ആ സഭകളൊക്കെ ഈ വിഷയത്തിൽ പങ്കെടുത്തു എന്ന് നമുക്ക് അനുമാനിക്കാം. ഗലാത്യർ ലേഖനം 6:9-10 പറഞ്ഞിരിക്കുന്നു, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്തു നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അവസരം കിട്ടും പോലെ. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ദൈർഘ്യം ഒന്നും പറയാൻ കഴിയുകയില്ല. അവസരം കിട്ടും പോലെ നാം സേവിക്കുവാൻ മുതിരണം. അതിന് ആഴ്ചവട്ടത്തിലെ 1-ാം നാളെങ്കിൽ 1-ാം നാൾ. ഇനി വളരെ കാതലായ വിഷയം, എങ്ങനെയാണ് നാം കൊടുക്കേണ്ടത്? പുതിയ നിയമത്തിൽ നിന്ന് 5 കാര്യം വളരെ വേഗത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമതായിട്ട് സന്തോഷത്തോടെ കൊടുക്കണം. 2 കൊരിന്ത്യർ 9:7 അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ചിയർഫുള്ളി, അല്ലാതെ ഭയത്തോടെയോ സങ്കടത്തോടെയോ നിർബന്ധത്തോടെയോ ഒന്നും ആകുവാൻ പാടില്ല. രണ്ടാമതായിട്ട് സ്വന്തമായിട്ട് സന്നദ്ധത കാണിച്ചുകൊണ്ട് വേണം, അല്ലാതെ സമ്മർദ്ദത്താലല്ല. അത് അപ്പോസ്തല പ്രവൃത്തികൾ 11:29 നമുക്ക് വായിക്കാം. യഹൂദിയിൽ പാർക്കുന്ന സഹോദരന്മാരുടെ ഉദവിക്കായി ശിഷ്യന്മാരിൽ ഓരോരുത്തൻ പ്രാപ്തി പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. ഇവിടെ നിർബന്ധമില്ല, സമ്മർദ്ദമില്ല, ഇത്ര തന്നിരിക്കണം, അങ്ങനൊന്നും ഒരാളും അങ്ങനെ ആരെയും ഭയപ്പെടുത്തുന്നില്ല.
അവർക്ക് പ്രാപ്തിയുള്ള പോലെ കൊടുത്തയപ്പാൻ നിശ്ചയിച്ചു. 1 കൊരിന്ത്യർ 16:2 നമ്മളിപ്പോൾ വായിച്ചു. അവിടെയും പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരിതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. കഴിവുള്ളതുപോലെ, പ്രാപ്തി പോലെ, അല്ലാതെ സമ്മർദ്ദമില്ല, ഇത്ര തരണം, ഇത്ര ശതമാനം തരണം എന്നൊന്നും പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. അതാണ് രണ്ടാമത്തേത്, സ്വന്തം സന്നദ്ധതയോടെ അത് ചെയ്യണം. മൂന്നാമതായിട്ട് നാം കാണുന്നത് ത്യാഗമനോഭാവത്തോടെ അത് ചെയ്യണം. 2 കൊരിന്ത്യർ 8:1-5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു: സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും, അല്ലാതെ അവരെ അഭിവൃദ്ധിയിൽ പൂണ്ട് വിളയാടുമ്പോഴല്ല, കഷ്ടത എന്ന കഠിന ശോധന ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. മഹാദാരിദ്ര്യത്തിലും അവർ ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അത് ഞങ്ങൾ വിചാരിച്ചതുപോലെയല്ല, അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. മഹാദാരിദ്ര്യത്തിലും വളരെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിലുള്ള സന്തോഷ സമൃദ്ധി നിമിത്തം, ദൈവത്തോടുള്ള അവരുടെ കീഴ്പ്പെടൽ നിമിത്തം, എത്ര കുറഞ്ഞ സമ്പത്താണേലും അതും ഞങ്ങൾ ദൈവത്തിന് കൊടുക്കും. എബ്രായർ 13:16 പറഞ്ഞിരിക്കുന്നു: നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നു. ഈ വക യാഗത്തിലല്ലോ. അപ്പോൾ നന്മ ചെയ്ത് വിശുദ്ധന്മാരുടെ ശുശ്രൂഷ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഒരു യാഗമാണ്. അവിടെ ചില ത്യാഗങ്ങൾ നാം സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മൂന്നാമതായിട്ട് ത്യാഗസമ്പൂർണതയോടെ നാം അത് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. നാലാമതായിട്ട് സ്ഥിരമായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് റെഗുലർലി. അത് റോമർ 12:13 പറഞ്ഞിരിക്കുന്നത്: കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. എപ്പോഴും നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. അല്ല വല്ലപ്പോഴും, വർഷത്തിലൊരിക്കൽ അല്ലല്ല. നാം നിരന്തരം കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുന്നത് പോലെയും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നത് പോലെയും സ്ഥിരതയോടെ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. ഗലാത്യർ 6:10 പറഞ്ഞിരിക്കുന്നത്: അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട വാക്യമാണ്. അവസരം കിട്ടും പോലെ, എപ്പോഴൊക്കെ അവസരം കിട്ടുമോ അപ്പോഴെല്ലാം ചെയ്യണം. അപ്പോൾ സന്തോഷത്തോടെ, ചിയർഫുള്ളി രണ്ടാമത് കണ്ടു, വോളണ്ടറിലി സ്വമേധ സമ്മർദ്ദത്തോടെ അല്ല മൂന്നാമത് കണ്ടു, ത്യാഗസമ്പൂർണതയോടെ നാലാമത് കണ്ടു, സ്ഥിരമായ അവസരം കിട്ടുമ്പോഴൊക്കെ അഞ്ചാമതായിട്ട് നേരോടെ നാം കൊടുക്കേണ്ടത്. ഇവിടെ അനവധി വിഷയങ്ങൾ ഇവിടെ പറയേണ്ടതായിട്ടിരിക്കുന്നു. മത്തായി 5:23-24 വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ്. നിന്റെ വഴിപാട് യാഗപീഠത്തെങ്കിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിൻ്റെ മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഈ വാക്യം നമ്മൾ പലപ്പോഴും വായിച്ച് കേൾക്കാറുണ്ടെങ്കിലും സ്തോത്രകാഴ്ച എന്ന വിഷയവുമായിട്ട് ചേർന്ന് വളരെ വിരളമായിട്ട് നമ്മൾ കേൾക്കാറുള്ളൂ. ദൈവത്തിന് നാം വഴിപാട് കഴിക്കാൻ പോവുകയാണ്, പൈസ സമ്പത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, നിൻ്റെ ബന്ധങ്ങളൊന്നും നേരെ അല്ലല്ലോ. റോമാലേഖനം 13:8 ഇത് തന്നെയാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്: അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ഏതെങ്കിലും രീതിയിലുള്ള കടത്തിൽ നാം ആയിരിക്കരുത്. അത് ചിലപ്പോൾ അവരോട് പോയി നിരപ്പ് പ്രാപിക്കുന്ന കടമായിരിക്കാം, അവരോട് നാം സാമ്പത്തിക ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ടായിരിക്കാം. ഏത് തരത്തിലുമുള്ള നിരപ്പിൻ്റെ ശുശ്രൂഷയാണോ അത് പ്രാപിച്ചിട്ട് വേണം നീ വന്ന് കർത്താവിന് കൊടുക്കാൻ. എങ്കിലേ ആ ആരാധന, ആ സ്തോത്രകാഴ്ച ദൈവം സ്വീകരിക്കുകയുള്ളൂ. മത്തായി 22:21 കർത്താവ് പറഞ്ഞു: കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. അല്ലാതെ ദൈവത്തിന് മാത്രം കൊടുക്കുക എന്നല്ല നമ്മുടെ ദൈവം പറയുന്നത്. ദൈവത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ മറ്റെല്ലാ ബന്ധങ്ങളിലും നാം നീതി പുലർത്തുന്നവരായിരിക്കണം. അത് സാമ്പത്തികമാകട്ടെ, വ്യക്തിപരമായ ബന്ധമാകട്ടെ, എല്ലാ ബന്ധങ്ങളിലും നീതി പുലർത്തിക്കൊണ്ട് ദൈവത്തിനുള്ളത് ദൈവത്തിനും കൂടെ കൊടുക്കുമ്പോഴാണ് അതിലൊരു പരിപൂർണതയുള്ളത്, അതിലൊരു നേരുള്ളത്. അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങൾ നാം ശോധന ചെയ്യണം. അല്ലാതെ ബന്ധങ്ങളെയെല്ലാം കാറ്റിൽ പറത്തുകയും മറ്റുള്ള വ്യക്തികളോട് നാം നിരപ്പ് പ്രാപിക്കാതെയും അവരുടെ നിന്ന് കടം വാങ്ങിച്ചിട്ട് കടമൊന്നും തിരിച്ചടയ്ക്കാതെയൊക്കെ അതെല്ലാം കാറ്റിൽ പറത്തിയേച്ച് കർത്താവിന് കൊണ്ട് കൊടുക്കുന്നതിനെ കർത്താവ് ഒരു കാലത്തും ആരാധനയായിട്ട് സ്വീകരിക്കുന്നില്ല. മർക്കോസ് 7 തന്നെ അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്.
കർത്താവ് ഫരീശന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ, 9-ാം വാക്യം, നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്നത് നന്നായി. അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ നന്നായി ദൈവകൽപ്പന തള്ളിക്കളയുന്നു. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നും അപ്പനെയോ അമ്മയോ പ്രാകുന്നവൻ മരിക്കണമെന്നും മോശ പറഞ്ഞുവല്ലോ. നിങ്ങളോ ഒരു മനുഷ്യൻ അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാടെന്നർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തൻ്റെ അപ്പനെയോ അമ്മയോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാകുന്നു. ഈ വക പലതും നിങ്ങൾ ചെയ്യുന്നു. അപ്പനും അമ്മയ്ക്കും, വയ്യാത്ത അപ്പനും അമ്മയ്ക്കും കൊടുക്കാതെ ആ പൈസ എടുത്ത് ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈതട്ടി ഓ എത്ര വലിയ ആത്മീയനെന്ന് പറഞ്ഞ് അവരെ ശ്ലാഘിക്കുന്ന കൂട്ടരായിരുന്നു ഫരീശന്മാർ. കർത്താവ് പറയുകയാണ്, അത് ദൈവവചനത്തിനെതിരാണ്. നിങ്ങളുടെ പൈസ കൊണ്ട് നിങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ ആദ്യം നോക്കണം. അല്ലാതെ കുടുംബത്തിന് കൊടുക്കേണ്ട പൈസയും കൂടെ ഞാൻ കൊണ്ടുപോയി അങ്ങ് സ്തോത്ര കാഴ്ചയിലിട്ടാൽ അത് വലിയ കൊടിയ ആത്മീയതയൊന്നുമല്ല. ദൈവം പറയുന്നത് അത് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ തോന്നിയ ഒരു പാരമ്പര്യം വെച്ചിട്ട് നിങ്ങൾ ദൈവകൽപ്പനയെ ദുർബലമാക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 1 തിമോത്തിയോസ് 5:8 പറഞ്ഞിരിക്കുന്നത്, തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. കണ്ടോ? അപ്പോൾ വെറുതെ കുറേ പൈസ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സഭയിലെ ഒരു ബാഗിലിടുന്ന കാര്യമല്ല. നേരോടെ വേണം നാം കൊടുക്കാൻ. യാഗപീഠത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ, ദൈവത്തിന് അർപ്പിക്കാൻ കടന്നു വരുമ്പോൾ ബന്ധങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? ബന്ധങ്ങളിൽ അവരുമായിട്ടുള്ള വ്യക്തിബന്ധത്തിൽ, ആ സ്നേഹബന്ധത്തിൽ ഏതെങ്കിലും കടം നിങ്ങൾ കൊടുത്തു തീർക്കാനായിട്ടുണ്ടോ? അത് സാമ്പത്തിക കടമാകട്ടെ, അല്ല നിരപ്പിൻ്റെ ഒരു കടമാകട്ടെ. കൈസർക്കുള്ളത് നിങ്ങൾ കൈസറിന് കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ കടബാധ്യതകളെയൊക്കെ നിങ്ങൾ വല്ലവരുടെ നിന്നും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കുന്നുണ്ടോ? അതോ അതൊന്നും അടച്ചു തീർക്കാൻ ഒരു രീതിയിലും ശ്രമിക്കാതെ സണ്ടതോറും വന്നിട്ട് സ്വോത്രകാഴ്ച ഇടുന്നുണ്ടെങ്കിൽ കർത്താവ് പറയും, നിങ്ങൾ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത വ്യക്തിയാണ്, നിൻ്റെ ഈ കാഴ്ച ഞാൻ സ്വീകരിക്കത്തില്ല. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നിലും കടപ്പെട്ടിരിക്കരുത്. കൈസർക്കുള്ളത് കൈസറിന് കൊടുക്കണം. നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നവരാണോ? എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ട് ക്രമീകരണങ്ങൾ വരുത്തുന്നുണ്ടോ? അതോ അതിലൊക്കെ ക്രമക്കേടും ദൈവസഭയിൽ കറക്റ്റ് എല്ലാ ഞായറാഴ്ചയും വന്ന് സ്തോത്ര കാഴ്ച ഇടുമെന്നും പറയുകയാണെങ്കിൽ മർക്കോസ് 7 പറഞ്ഞതുപോലെ നിങ്ങളുടെ ആരാധന ദൈവവചനപ്രകാരമല്ല. അപ്പോൾ 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷത്തോടെ കൊടുക്കണം, സ്വമേധ കൊടുക്കണം, ത്യാഗസമ്പൂർണതയോടെ കൊടുക്കണം, സ്ഥിരമായി അല്ലെങ്കിൽ അവസരം കിട്ടുമ്പോഴെല്ലാം, 5-ാമതായിട്ട് നേരോടെ, അല്ലേ? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ചിയർഫുള്ളി, വോളണ്ടറിലി, സാക്രിഫിഷ്യലി, റെഗുലർലി ആൻഡ് റൈച്ചസ്ലി. ഇനി അവസാനമായിട്ട് പല ചോദ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതിൽ ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഉത്തരവൊന്നും പറയുന്നില്ല. ഉദാഹരണത്തിന്, എല്ലാ ഞായറാഴ്ചകളിലും സ്തോത്രകാഴ്ച എടുക്കണമെന്ന് വചനത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? വചനത്തിൽ ഒരിടത്തും അങ്ങനെ പറയുന്നില്ല. ആഴ്ചയുടെ ആദ്യ ദിവസം അവർ അങ്ങനൊരു ശേഖരണം നടത്തിയെങ്കിലും അത് എല്ലായ്പ്പോഴും നടത്തിക്കൊള്ളണമെന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ യഹൂദന്മാരുടെ ഇടയിലുള്ള ദരിദ്രന്മാരെ സേവിക്കുവാൻ വേണ്ടിയുള്ള ഒരു തരം ശേഖരണമായിരുന്നു. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ 1-ാം ഞായറാഴ്ച അത് ചെയ്തോളൂ. അതിൻ്റെ അർത്ഥം എല്ലാ 1-ാം ഞായറാഴ്ചയും സഭയിൽ ഈ പറഞ്ഞ പോലെ ഒരു പിരിവ് നടക്കുന്നുണ്ടെന്നൊന്നും നമുക്ക് നിരൂപിക്കാൻ കഴിയില്ല. അതിൽ തെറ്റുമില്ല. ഇനി എങ്ങനെ ചെയ്യണം? ഇതൊരു ബാഗ് എടുത്ത് ഇങ്ങനെ എല്ലാവരുടെയും ഇടയിൽ കൂടെ കാണിക്കുന്നതാണോ? അതോ ചില സഭകളിൽ, പ്രത്യേകിച്ച് ഞാൻ അമേരിക്കയിലായിരുന്ന സഭ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലൊരു ബോക്സ് വെച്ചിരിക്കും, ആർക്ക് വേണേലും അത് അവിടെ കൊണ്ടിടാം. അല്ലാതെ സഭാ ആരാധനാക്രമത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഏത് രീതിയിൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ വ്യക്തമായിട്ട് ബൈബിൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബാഗ് അയക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നേരത്തെ പറഞ്ഞ പല തത്വങ്ങളും, ഈ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ കൂടി ഈ ബാഗ് അയക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ അവിശ്വാസികൾ ഇതിൽ പങ്കെടുക്കാതിരിക്കണം എന്നുള്ളത് നിഷ്കർഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പ്രായോഗിക തലത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു ബോക്സ് ബാക്കിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അതിനെക്കുറിച്ചൊരു അനൗൺസ്മെൻറ്റിൽ വേണേൽ പറയാം. വീണ്ടും ജനനം പ്രാപിച്ചവർ മാത്രം ആ ബോക്സിൽ കൊണ്ട് കാശിട്ടാൽ മതി. ഇത് കാണിക്ക വഞ്ചി അല്ല. മറ്റ് ആലയങ്ങളിലൊക്കെ ഉള്ള പോലെ ആർക്കും വഴി കൂടെ പോകണം, ആർക്കും കൊണ്ട് കുറച്ച് പൈസ തള്ളിയിട്ട് അതിലൂടെ അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു കാണിക്ക വഞ്ചിയാക്കി ഇതിനെ മാറ്റരുത്. സ്തോത്ര കാഴ്ച ദൈവജനം ഒന്നിച്ചുകൂടി ക്രിസ്തുവിൻ്റെ നാമത്തിൽ
നന്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ധനശേഖരണമാണ്. അതിന് ക്രിസ്തുവിലായവർക്ക് മാത്രമേ പങ്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സഭാ ഹാളിൻ്റെ പുറകിൽ എവിടെയെങ്കിലും ഒരു ബോക്സ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്താണ് സ്തോത്രകാഴ്ച, ആരാണ് അതിൽ പങ്കെടുക്കേണ്ടത്, എപ്പോഴൊക്കെ അത് ചെയ്യണം, എങ്ങനെ അത് കൊടുക്കണം എന്ന് നമ്മൾ കണ്ടു. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.